യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് കൊച്ചിൻ ലാംസ്റ്റൈൻ ചർച്ചിലെ പാസ്റ്റർ ജോൺ കൊടിയലിൻ്റെ പ്രബോധനങ്ങളാണ്. ഞാൻ മിനു സ്റ്റീവ് ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജ്ജമ ചെയ്യുന്നു. മനുഷ്യന്റെ വീഴ്ച, സെഷൻ 6. നമുക്ക് ഉൽപ്പത്തി 3-ാം അധ്യായത്തിലേക്ക് പോകാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുചിന്തകളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ച്, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടെ ആകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്നും അഹോവൃത്തി കഴിക്കും. മുള്ളും പരക്കാരെയും നിനക്ക് അതിൽ നിന്നും മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. അവൾ ജീവനുള്ള എല്ലാവർക്കും മാതാവല്ലോ. യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ച് തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. അങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയമായി നിർത്തി. പിതാവാം ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ വചനം പറയുന്ന പോലെ സകല സമ്പാദ്യത്തിലും വിവേകം നേടുവാൻ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനത്താൽ 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്താണ് അവിടെ ശരിക്കും നടന്നത് എന്ന് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയും വിശ്വസ്തയോടെ പ്രവർത്തിക്കുവാനും അങ്ങയുടെ പുത്രിപുത്രന്മാരും സേവകരുമായി ഫലപ്രദമായി പ്രവർത്തിക്കുവാനും സാധിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. വേദപുസ്തകത്തെക്കുറിച്ച് അറിയാത്തവർക്ക് ദേഹം, ആത്മാവ്, ദേഹി എന്നിവ കൊണ്ട് പലതും അർത്ഥമാക്കാം. വേദപുസ്തകം പറയുന്നു, നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് 3 ഡെഫിനിറ്റ് ഭാഗങ്ങൾ കൊണ്ടാണെന്ന്. ആത്മാവ്, ദേഹി, ദേഹം. ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ പഠനം നാം ആരംഭിക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി മുഴുവൻ പഠിക്കാൻ പറ്റുന്നില്ല ഇന്ന്. പക്ഷേ പാസ്റ്റർ നാം മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ, അവ എന്താണെന്നും അവ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നും നാം മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ എങ്ങനെ മനുഷ്യൻ്റെ ഓരോ ഭാഗവും എങ്ങനെ അതിനാൽ ബാധിക്കപ്പെട്ടു എന്നും മനസ്സിലാക്കണം. നമുക്ക് 1 തെസ്സലോനിക്കർ 5:23 പോകാം. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ.
നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് വ്യത്യാസം കാണപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ഇവ മൂന്നും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കണം. മൂന്നും ആത്മാവ് മാത്രമോ പ്രാണൻ മാത്രമോ ദേഹം മാത്രമോ അല്ല. മനുഷ്യൻ എന്നാൽ ഒരു ത്രിത്വമാണ്. മനുഷ്യന്റെ ആത്മാവും ദേഹവും ഒരേപോലെ ഐഡന്റിക്കൽ അല്ല, പക്ഷെ അത് വിഭജിക്കപ്പെടാവുന്നതാണ്. പ്രാണനും ആത്മാവും അടക്കത്തിലും പുനരുത്ഥാനത്തിലും വ്യക്തമായി വിവേചിക്കപ്പെട്ടതാണ്. ഇത് ഇപ്പോൾ പറയാനുള്ള കാരണം എന്തെന്നാൽ പലപ്പോഴും ആളുകൾ പ്രാണനും ആത്മാവും കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. വേദപുസ്തകത്തിൽ പോലും തർജിമക്കാർ അത് മാറ്റിമറിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എബ്രായർ 4:12 നമുക്ക് പോകാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതുമായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. നിങ്ങൾ പ്രാണനെയും ആത്മാവിനെയും പ്രത്യേകമായി കാണുന്നുണ്ടോ? ആമേൻ. വചനത്തിലൂടെ നമുക്ക് കടന്നു പോകാം. നമുക്ക് സന്ധിയും മജ്ജകളും കാണാമല്ലോ. അതേപോലെ തന്നെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും. അവയെല്ലാം വ്യത്യസ്തമാണ്. അതിനെ വിവേചിക്കാവുന്നത് ദൈവവചനത്തിന് മാത്രമാണ്. നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ ആത്മാവും പ്രാണനും ഒന്ന് അല്ല എന്ന്? ചുരുക്കി പറഞ്ഞാൽ വ്യത്യാസം എന്തെന്നാൽ ആത്മാവ് എന്നത് അവൻ്റെ യഥാർത്ഥ അവസ്ഥ അറിയുന്ന ഭാഗമാണ്. പ്രാണൻ എന്നാൽ സ്നേഹബന്ധങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും സജീവ ഇഷ്ടങ്ങളുടെയും സത്യത്തിൻ്റെയും ഇരിപ്പിടമാണ്. 1 കൊരിന്ത്യർ 2:11 പറയുന്നു, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ അറിയും, അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തോട് സംവേദിക്കുക എന്നത് മനുഷ്യന്റെ ആത്മാവിൽ ഉള്ളതാണ്. ആത്മാവ് ആത്മാവിനോട് സംവേദിക്കും. നിങ്ങൾ വീണ്ടും ജനിക്കുക എന്നത് ആത്മാവിൽ ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ജനിച്ചാലേ ആത്മാവിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ആത്മാവ് ആത്മാവിനോട് സംവേദിക്കും. യോഹന്നാൻ 3:3 യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആത്മാവ് ദൈവവുമായി ആശയവിനിമയം നടത്തുന്നു. പ്രാണൻ എന്നത് സ്നേഹബന്ധങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും സജീവ ഇരിപ്പിടം ആണ്. മത്തായി 26:38 ഇപ്രകാരം പറയുന്നു, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. മത്തായി 11:29 ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മനുഷ്യൻ ആത്മാവിനാൽ ഉള്ളതുകൊണ്ട് അവന് ദൈവബോധ്യവും ദൈവവുമായി ആശയവിനിമയവും ഉണ്ട്. നിങ്ങളുടെ പ്രാണന് ദൈവവുമായി സംവേദിക്കാൻ പറ്റില്ല. എന്താണ് ആശയവിനിമയം? നിങ്ങളുടെ ആത്മാവിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവബോധ്യവും ദൈവവുമായി സംവേദിക്കുവാനും പറ്റുകയുള്ളൂ. നമ്മുടെ പ്രാണനാൽ നാം സ്വയം ബോധ്യവാന്മാരാണ്. സെൽഫ് കോൺഷ്യസ്നസ്, നമുക്ക് നമ്മെക്കുറിച്ച് സ്വയം ഒരു അവബോധം ഉണ്ട്. അതാണ് നമ്മുടെ പ്രാണൻ നമുക്ക് നൽകുന്നത്. അത് നിങ്ങൾ മനസ്സിൽ വെക്കണം. എന്താണ് നിങ്ങളുടെ ആത്മാവ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ശരീരം ചെയ്യുന്നത് എന്നതൊന്നും പ്രശ്നമല്ല. നിങ്ങളുടെ പ്രാണനാണ് തീരുമാനം എടുക്കുന്നത്. നമ്മുടെ ശരീരം എന്നത്, നമുക്കൊരു ശരീരം ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ദ്രിയങ്ങളും ലോകബോധവും ഉണ്ട്. നമ്മുടെ ചുറ്റും ഉള്ള ലോകത്തിൽ നടക്കുന്നത് എന്ത് എന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾക്കറിയാം. ഈ മൂന്നും ദൈവത്തിരുമുമ്പിൽ വളരെ ഭംഗിയായി പ്രദർശിപ്പിക്കണം. ഇംഗ്ലീഷിൽ സാൽവേഷൻ എന്ന പദത്തിന് പാപത്തിൽ നിന്നും അതിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്നുമുള്ള വീണ്ടെടുപ്പ് എന്നാണ് അർത്ഥമാക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആണ് അത് പുറത്ത് കൊണ്ടുവരേണ്ടത് എന്നാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം. അതിന് 3 കാലങ്ങളുണ്ട്: ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം.
നിങ്ങൾ വീണ്ടും ജനിച്ചിട്ട് ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിന് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിന്റെ പിഴയിൽ നിന്ന് സ്ഥാനപരമായി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെ ജസ്റ്റിഫിക്കേഷൻ, ന്യായീകരണം എന്ന് പറയുന്നു. ഇത് ആത്മാവിനെയും സംബന്ധിക്കുന്നതാണ്. 1 കൊരിന്ത്യർ 6:17 പറയുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു എന്ന്. അതായത് നിങ്ങളുടെ ആത്മാവ് വീണ്ടും ജനിച്ചതാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് ലഭിച്ചിരിക്കുന്നു. ദൈവം ആദത്തിനോട് പറഞ്ഞു, നീ നന്മതിന്മകളുടെ മരത്തിൽ നിന്നുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. പിന്നീട് നാം കണ്ടു, ആദം അത് കഴിച്ചു, അവൻ പിന്നീടും ജീവിക്കുന്നു. നമ്മൾ ഉൽപ്പത്തി 5 പോയാൽ നമുക്ക് കാണാം, അവൻ പിന്നെയും 500 വർഷങ്ങൾ കൂടെ ജീവിച്ചു എന്ന്. അപ്പോൾ ദൈവം നുണ പറഞ്ഞു? ഇല്ല. കാരണം എന്താണ്? ആദം, ആത്മാവ്, പ്രാണൻ, ദേഹം. ദൈവത്തിൻ്റെതായി ആദത്തിന് എന്താണ് ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് ആദം ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നത്? എന്താണ് ദൈവത്തിൻ്റെ ഛായ? ആദം പാസ്റ്ററിനെ പോലെ ആയിരുന്നു. അവൻ മാഡം പെന്തക്കോസ്റ്റിനെ പോലെ ആയിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ നാം എല്ലാം അവിടുത്തെ ഛായയിൽ അല്ലേ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അതിനർത്ഥം ഛായ എന്നാൽ ആത്മാവ് ആണ്. ആ ഭാഗമാണ് മരിച്ചു പോയത്. അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ പോകുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തെ നിങ്ങൾ പരിചയപ്പെടുത്തും. സമരിയക്കാരുടെ കിണറ്റിനരികിൽ വെച്ച് ശമരിയക്കാരിയോട് യേശു സംസാരിച്ചപ്പോൾ യേശു പറഞ്ഞു, ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന്. ദൈവം ആത്മാവാണ്, അവിടുത്തെ സ്വഭാവം ആത്മാവാണ്. ഇതിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് പഠിക്കാം. ആദം ഫലം തിന്ന സമയം മുതൽ ആത്മാവിൻ്റെ ആ ഭാഗം അവനിൽ നിന്നും നഷ്ടപ്പെട്ടു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവൻ്റെ ശേഷിച്ച ജീവിതം അവൻ ആത്മാവില്ലാതെ പ്രാണനും ദേഹവുമായി ജീവിച്ചു. ഉൽപ്പത്തി 5 വേദപുസ്തകം പറയുന്നു, ആദത്തിന് അവൻ്റെ സ്വന്തം ഛായയിൽ ഒരു മകൻ പിറന്നു. അതിനർത്ഥം മകൻ ആത്മാവില്ലാതെ പ്രാണനവും ദേഹവുമായി പിറന്നു. അന്നു മുതൽ അതിനുശേഷവും മാലാഖ കന്യാമറിയത്തിന് മുമ്പ് വരുന്നത് വരെ കാലത്തിൻ്റെ തികവിൽ ദൈവം തൻ്റെ ഏകജാതനെ അയച്ചു. പരിശുദ്ധാത്മാവ് മേരിയെ അതിജീവിച്ചു. ആത്മാവ് അവളുടെ ശരീരത്തിലുമായി സംവേദിച്ചു. യേശുവിനെപ്പോൾ ആത്മാവും പ്രാണനും ദേഹവുമായി. ആയതിനാൽ യേശു ആദാമിനെ പോലെ പൂർണ്ണ മനുഷ്യനാണ്. അവിടുന്ന് പറയുന്നു, എന്നെ പിന്തുടരുക, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ നിങ്ങളെ പിതാവിങ്കലേക്ക് നയിക്കും. അവിടുന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് അവിടുത്തെ ആത്മാവ് നമുക്ക് വേണ്ടി അയച്ചു തന്നു. നാം അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ പൂർവ്വപിതാവായ ആദത്തിൽ നിന്നും നാം പിൻപറ്റിയ മരിച്ച ആത്മാവ് വീണ്ടും ജനിക്കും. അത്ര സിമ്പിളാണത്. നിങ്ങൾക്കത് ഒരു പഴയ ഫോണുമായി ബന്ധപ്പെടുത്തിയാൽ നിങ്ങളുടെ പഴയ സിം കാർഡ് ഡീആക്ടിവേറ്റ് ആയിപ്പോയി. ആ ഫോണിൽ നിന്ന് നിങ്ങൾ വേറെ പല ഫോണുകൾ ആയി സൃഷ്ടിക്കപ്പെട്ടു. ആ എല്ലാ ഫോണുകളും ഡീആക്ടിവേറ്റഡ് ആയ സിം ആയിട്ടാണ് വന്നത്. പെട്ടെന്ന് യേശു വന്ന് പുതിയ ഒരു ഫോൺ ആയി, ആക്ടിവേറ്റഡ് ആയ സിം കാർഡുമായിട്ട്. നിങ്ങൾ ആ ഫോണിൽ വിശ്വസിച്ചാൽ എന്ത് പറ്റും? നിങ്ങളുടെ ഡീആക്ടിവേറ്റഡ് ആയിപ്പോയ സിം കാർഡ് ആക്ടിവേറ്റ് ആവുകയല്ല, പക്ഷേ യേശുവിൽ നിന്ന് പുതിയ സിം കാർഡ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യേശുവിൻ്റെ സിം കാർഡ് ലഭിച്ചു. നിങ്ങൾക്ക് യേശുവിൻ്റെ സിം കാർഡ് കിട്ടിയാൽ ആര് അതിന് ബില്ലടയ്ക്കും? അവിടുത്തെ അഡ്രസ്സിൽ. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു വിഷമിക്കണം? എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. കാരണം ഫോൺ നിങ്ങളുടേതാണെങ്കിലും സിം കാർഡ് അവിടുത്തേത് ആണ്. ആമേൻ. ഇതൊരു വളരെ വിചിത്രമായ ഉദാഹരണമാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങൾ ദൈവവുമായി ഒന്നായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടുത്തേതുമായി ഒരാത്മാവിലാണ്. ഒരിക്കലും മറക്കരുത് അത്. യേശു എന്നാണെങ്കിലും നിങ്ങൾ അതാണ്. ഒരു വ്യത്യാസവുമില്ല. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനുള്ളവരാണ്. യേശുവിന് വേണ്ടിയുള്ള ജീവിതമാണ് നിങ്ങൾക്കെങ്കിൽ വർത്തമാന കാലത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പാപത്തിന്റെ അധികാരത്തിൽ നിന്നും പ്രവർത്തികമായിട്ടും മാറിയിരിക്കുന്നു. ഇതിനെയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. ഇത് സോൾ അല്ലെങ്കിൽ പ്രാണനെ സംബന്ധിച്ചതാണ്. 1 തെസ്സലോനിക്കർ 4:3. ഓരോരുത്തർ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല,
നാം ഇപ്പോൾ നോക്കിയത് നീതീകരണവും ശുദ്ധീകരണവുമാണ്. നീതീകരണം ഭൂതകാലമാണ്. വീണ്ടും ജനിച്ചവരായ നമ്മുടെ ശുദ്ധീകരണം എന്നത് വർത്തമാന കാലമാണ്. വീണ്ടും ജനിച്ചവർക്ക് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിനുള്ളവരാണ്. ഭാവി കാലത്ത് ഒരു നാൾ അവിടുന്ന് നമ്മെ പാപത്തിന്റെ പ്രത്യക്ഷതയിൽ നിന്ന് രക്ഷിക്കാൻ വരുമ്പോൾ, അതും ശരീരത്തിന്റെ വീണ്ടെടുപ്പിലൂടെ. അതാണ് മഹത്വീകരണം, ഗ്ലോറിഫിക്കേഷൻ. ഇപ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, നമ്മുടെ പ്രാണനും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നാൾ നമ്മുടെ ദേഹവും രക്ഷിക്കപ്പെടും. നമ്മിൽ എത്ര പേർ ഇന്ന് കുളിച്ചിട്ടുണ്ട്? കൈപൊക്കണ്ട. നാം എല്ലാ ദിവസവും കുളിക്കാറുള്ളവരല്ലേ? നമ്മുടെ ദേഹം ഈ ലോകത്തിൽ തന്നെയാണ്. രാവിലെ നാം കുളിച്ചാൽ ഒരു പക്ഷേ രാത്രിയും കൂടി കുളിക്കേണ്ടതായി വരും. എന്തുകൊണ്ട്? കാരണം ഈ ലോകം മുഴുവൻ അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ്. ഈ ജഡം അഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നാം നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് ആദ്യം പല്ല് വന്നപ്പോൾ പല്ല് തേച്ചു, അതുകൊണ്ട് എല്ലാ ദിവസവും ഇനി തേക്കണ്ട എന്നാണോ? അല്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രാണൻ ഈ ലോകവുമായി നിരന്തര സമ്പർക്കത്തിൽ ആണ്. ഈ ലോകം വൃത്തികെട്ടതാണ്, ആത്മാവ് ശുദ്ധമാണ്, പ്രാണൻ ന്യൂട്രലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പഴയ സ്വഭാവത്തിന് അടിയറവ് വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ആത്മാവിൽ നിങ്ങളുടെ പ്രാണനെ പുതുക്കിക്കൊണ്ടിരിക്കണം. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ശരീരം പാപത്തിന്റെ സാന്നിധ്യത്തിൽ ആണ്. എപ്പോഴും അതുണ്ട്. ഒരു നാൾ നമ്മുടെ നാഥൻ നമ്മെ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും മാറ്റും. എന്നിട്ട് നമുക്കൊരു പുതിയ ശരീരം നൽകും. അതാണ് മഹത്വവൽക്കരണം. 1 കൊരിന്ത്യർ 15:50-53 വാക്യങ്ങൾ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവ്യത്വം അദ്രവ്യത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവ്യത്വമുള്ളത് അദ്രവ്യത്തെയും ഈ അമർത്യമായത് അമർത്യത്തെയും ധരിക്കണം. പാസ്റ്റർ ഇതിപ്പോൾ പറഞ്ഞതെന്നാൽ പുതിയതായി വരുന്നവർക്ക് ഈ സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് ആഴത്തിൽ നാം പിന്നീട് പഠിക്കും. ഇപ്പോഴത്തേത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രാണൻ സോൾ ആണ് യേശുവിനെ വിളിക്കണമോ എന്ന തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെടുകയും വീണ്ടും ജനിക്കുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ സോളിനെ രക്ഷിക്കുന്നതിനാണ് ഉത്തരവാദികൾ ആയിരിക്കുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവും ദേഹവും ദൈവത്തിന് ഉള്ളതാകുന്നു. പക്ഷെ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ നിത്യത കഴിച്ചുകൂട്ടുക എന്നത് നിങ്ങളുടെ പ്രാണൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസരിച്ച് ആയിരിക്കും. 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങൾ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങൾ വിലക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. ദേഹവും ആത്മാവും ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. മനസ്സിലായോ? ദൈവം നാം യേശുവിൽ വിശ്വസിച്ചാൽ, അവിടുത്തെ വിളിച്ചാൽ, അവിടുന്ന് ആത്മാവ്. നാം നേരത്തെ വായിച്ചതാണ്. അവിടുന്ന് ചേരുന്നവൻ അവനുമായി ഏകാത്മാവാണ്. നമ്മളുടെ ജോലി എന്തെന്നാൽ നമ്മുടെ പ്രാണനെ പാപപ്രകൃതിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കുകയും നമ്മുടെ പ്രാണനെ വീണ്ടും ജനിച്ച പ്രകൃതിയുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരികയും എന്നതുമാണ്. വീണ്ടും ജനിച്ച ആത്മാവിന്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരിക. റോമർ 8:13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരവിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. നാം നേരത്തെ കണ്ടിരുന്നു, ഒരു ദിവസം നമ്മുടെ ശരീരങ്ങളെ പുനരുദ്ധരിക്കുകയോ ഉയർത്തെഴുന്നേൽപ്പിക്കുകയോ ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയ ശരീരം അവിടുന്ന് നൽകും. വീണ്ടും വീണ്ടും പാസ്റ്റർ ഇതിലൂടെ പോകുന്നതെന്നാൽ ഇത് നമുക്ക് ശരിക്കും മനസ്സിലാകുവാൻ വേണ്ടിയാണ്. നമുക്ക് 1 തെസ്സലോനിക്കർ 4:16-18 വാക്യങ്ങളിലേക്ക് പോകാം. കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ
ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവിൻ. ഈ സമയത്ത് നാം യേശുവിനെ പിന്തുടരണമോ എന്ന് തീരുമാനമെടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. എന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹം? നിങ്ങളുടെ ശുദ്ധീകരണം. നമുക്ക് യാക്കോബ് 1:21 പോകാം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടുകൂടി കൈക്കൊള്ളുവിൻ എന്ന്. നിങ്ങൾക്ക് ആത്മാവ്, ദേഹം, ദേഹി എന്താണെന്ന് മനസ്സിലായോ? ഇപ്പോൾ മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം. പക്ഷെ ദൈവം വേറൊരു ഭാഗത്തിലേക്ക് പോകുവാനാണ് ഇപ്പോൾ പാസ്റ്ററിനോട് പറയുന്നത്. പാസ്റ്റർ ഈ വചനങ്ങളിലൂടെ പോകണം, കാരണം നാം പറയുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാക്കുവാൻ വേണ്ടി. പാസ്റ്റർക്ക് അറിയാവുന്ന പല മനുഷ്യരും മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ച് പറയുന്നത് പാസ്റ്റർ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് കേട്ടപ്പോൾ അത് ഒരു വലിയ ദുരന്ത കഥയായിട്ടാണ് പറഞ്ഞിരുന്നത്. അതിൽ ഇപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ മനസ്സിലാക്കണം, എന്താണ് മനസ്സിലാക്കേണ്ടതെന്നാൽ മനുഷ്യൻ ആ വീഴ്ചയിൽ എന്താണോ മനുഷ്യൻ ആ വീഴ്ചയിൽ നഷ്ടമാക്കിയത് അത് യേശു തിരിച്ച് പിടിച്ചിരിക്കുന്നു. ആമേൻ. റോമർ 8:18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടതകൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദേവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവ്യത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ട് ഇരിക്കുന്നു. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. മഹത്വം നമ്മിൽ വെളിപ്പെടുന്നു. എന്താണത്? പാസ്റ്ററിനോട് പറഞ്ഞിരുന്നത് ഇനി സംഭവിക്കാനിരിക്കുന്നതാണ് അത് എന്നാണ്. അടുത്ത ആഴ്ച പഠിക്കാൻ പോകുന്നത് ഇപ്പോഴേ സംഭവിക്കുക. ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ വെളിപ്പെടണം. അല്ലെങ്കിൽ നാം എങ്ങനെ ഒരു ലാംപ് സ്റ്റാൻഡ് എന്ന് വിളിക്കപ്പെടാനാകും? എങ്ങനെ നാം ശോഭിക്കും? ഇന്നും പ്രസക്തിയുള്ള ഒന്നിനെക്കുറിച്ച് ആണ് ഇവിടെ പറയുന്നത്. അതിനൊരു ഭാവി അർത്ഥം ഉണ്ടാകും, പക്ഷേ അത് ഇന്നും നമുക്ക് പ്രസക്തമാണ്. രണ്ടാം വാക്യത്തിൽ പറയുന്നു, സൃഷ്ടി ദ്രവ്യത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന്. ലോകത്തിൻ്റെ സൃഷ്ടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ക്രിസ്തു യേശുവിൽ ആരംഭിച്ച ദൈവം പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നു. ഹോപ്പ്, പ്രത്യാശ എന്നത് പ്രയോഗം കൊണ്ട് ദൈവം മനുഷ്യർ ചെയ്യുന്നതിനെ കുറിച്ച് അവിടുന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ദൈവത്തിന് എല്ലാം അറിയാം. അതിനാൽ പ്രതീക്ഷിക്കുന്നവൻ മനുഷ്യനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നവൻ സൃഷ്ടിയിലുമാണ്. ഈ സത്യങ്ങളുടെ പ്രത്യക്ഷങ്ങൾ നിങ്ങൾ എടുത്താൽ നാം വായിച്ച ഭാഗം വളരെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ പഠിക്കാം. അത് ആത്മാർത്ഥമായ പ്രതീക്ഷയോ കാത്തിരിക്കുകയാണെന്ന് പറയുന്നു. അതിനർത്ഥം അതിന് വികാരങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വികാരമുണ്ട്, നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന്. അതിനർത്ഥം അതിന് ബുദ്ധിയുണ്ട്. ബുദ്ധിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? നാം സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പുത്രന്മാരെ വെളിപ്പെടുത്തുന്നതിന് കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും വെളിപ്പെടുത്തണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഒരു മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. മനഃപൂർവ്വമായി അതിനർത്ഥം നമുക്കതിനൊരു വിൽ ഉണ്ട് എന്നാണ്. ഒരു ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇഷ്ടമില്ലാതെ നമുക്ക് കാര്യങ്ങൾ നടത്താം. നാം സൃഷ്ടിയെക്കുറിച്ച് ആണിവിടെ പറയുന്നത്. ഇത് പ്രധാനപ്പെട്ടതാണ്, കാരണം യേശു പറയുന്നു, എല്ലാ സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന്. മരത്തിലോട് പ്രഘോഷിക്കണം. അവന് അങ്ങനെയല്ല അതിൻ്റെ പ്രവർത്തനം. അതിനാൽ ആണ് നിങ്ങൾക്ക് വചനം അറിഞ്ഞ് ഇരിക്കേണ്ടത്. പഠിക്കുന്നതോറും നമുക്ക് മനസ്സിലാകും ഇതെങ്ങനെ നടക്കുമെന്ന്. വചനം അനുസരിച്ച് സൃഷ്ടിക്ക് എന്ത് പറ്റി? സൃഷ്ടി ദ്രവ്യത്വത്തിൻ്റെ വെളിപാടിൻ്റെ ദൈവപുത്രന്മാരുടെ വെളിപാടിൻ്റെ ആകാംക്ഷയെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു.
ആരാണ് ദ്രവ്യത്വത്തിൻ്റെ ദാസ്യത്തിൽ അകപ്പെട്ടിരിക്കുന്നത്? ദൈവമാണോ മനുഷ്യനാണോ സാത്താനാണോ? അതെങ്ങനെ ചെയ്യാം? ആ വ്യക്തി ഇത് എന്തിനോ വേണ്ടിയുള്ള പ്രത്യാശയിൽ ചെയ്തതാണ്. നമുക്കറിയാം, ദൈവത്തിന് പ്രത്യക്ഷിക്കേണ്ട കാര്യമില്ല, കാരണം അവിടത്തേക്ക് എല്ലാം അറിയാം. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുകയാണ്, ഇന്ന കാര്യം നാളെ നടക്കുമോ? അവിടത്തേക്ക് അതിനു വേണ്ടി പ്രത്യാശിക്കേണ്ട കാര്യമില്ല. അവന് അതിൻ്റെ അനന്തരഫലം അറിയാം. അവിടുന്ന് വളരെ ആകാംക്ഷയോടെ നിങ്ങളുടെ തീരുമാനത്തിൻ്റെ ഫലം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ശരിയായ മർമ്മത്തിലേക്ക് നമുക്ക് പോകാം. അവിടുത്തെ ആഗ്രഹം പോലെ അതിൽ നിന്നും വളരെ വിചിത്രമാണ്. പാസ്റ്റർക്കറിയില്ല ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താകുമെന്ന്, കാരണം ദൈവം സർവജ്ഞൻ ആണ്. നമ്മുടെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ദൈവം എന്ന് കാണിക്കാൻ വേണ്ടി എച്ച് എന്നത് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നാം കാണും ഇത് ദൈവമല്ല, മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് എന്ന്. അവിടത്തേക്ക് അതിനുള്ള കഴിവും മറ്റും ഉണ്ടായിരുന്നു. അത് പാസ്റ്റർ ഭൂതകാലത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എന്തെന്നാൽ നാം മനസ്സിലാക്കണം, ദൈവം തൻ്റെ അധികാരം ആദത്തിന് കൈമാറിയിരിക്കുന്നു. ഈ അധികാരത്താൽ ആദത്തിന് ഇന്നത് ചെയ്യാം. ആദം ഹവ്വയുടെ ദുരവസ്ഥ കണ്ടപ്പോൾ അവന് ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. 1 തിമോഥെയോസ് 2:14. ആദം അല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ടത്, ലംഘനത്തിൽ അകപ്പെട്ടത്. ആരും വഞ്ചിക്കപ്പെട്ടിരുന്നില്ല. പഴം ഭക്ഷിച്ചപ്പോൾ അവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അവൻ എന്താണ് ചെയ്യുന്നതെന്ന്. അവൻ വഞ്ചിക്കപ്പെട്ടിട്ടില്ല. റോമർ 5:19. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ആദം വഞ്ചിക്കപ്പെട്ടിരുന്നില്ല. അവന് വ്യക്തമായി ചിന്തിക്കാമായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് കാണാമായിരുന്നു. അവൻ ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. ദൈവത്തെ അനുസരിക്കുന്നതോ ഹവ്വ ആയിരുന്ന ദുരവസ്ഥ ആയിരിക്കാനോ അവ ദൈവത്തിനോട് അനുസരണക്കേട് കാണിക്കാൻ തീരുമാനിക്കുകയും തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തു. അവൻ വഞ്ചിക്കപ്പെട്ടതിനാൽ അല്ല, അവൻ 2-ാം ആദത്തിൽ പ്രത്യാശ ഉള്ളവനായിരുന്നതുകൊണ്ടാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അവൻ പറഞ്ഞു, അവളോട് കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിന് നൽകിയെന്ന്. ആദത്തിന് ചിന്തിക്കാമായിരുന്നു താൻ ഇതിൽ നിന്ന് കഴിച്ചില്ലായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന്. ഇവൾ പോയി അടുത്ത വാരിയൽ ഉപയോഗിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചേനെ പാസ്റ്റർ. എന്തിന് ഈ പ്രശ്നത്തിലൂടെയെല്ലാം കടന്നു പോകണം? ഒരു വാരിയൽ കൂടെ പോകട്ടെ എന്ന് കരുതുമായിരിക്കും. എന്നിട്ട് ദൈവത്തോട് പറയും, അവിടുത്തെ ഒരു വാരിയൽ പോയി വേറൊന്ന് തരാൻ. അവിടുന്നാണ് 2-ാമത്തെ ആദം. ആരാണ് 2-ാമത്തെ ആദം? യേശു. നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു. അതും അതേ കാരണം കൊണ്ടാണ്. കാരണം അവൻ അവളെ സ്നേഹിച്ചു, അതുകൊണ്ട് അവനത് ചെയ്തു. പ്രത്യാശയിൽ അത് ചെയ്തു. 1 കൊരിന്ത്യർ 5:45-48 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആദാമായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതം അത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ വിജയത്തിൽ നടക്കണമെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ പറ്റില്ല. ഹവ്വയുടെ ദുരവസ്ഥയിൽ പങ്കുചേരുക എന്ന തീരുമാനം എടുത്തത് കൊണ്ട് ആണ് സൃഷ്ടി ദ്രവ്യത്വത്തിൻ്റെ ദാസ്യത്തിലേക്ക് പതിച്ചത്. അങ്ങനെ ചെയ്യുന്നത് വഴി അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുക മാത്രമല്ല ചെയ്തത്, സാത്താനെ അനുസരിക്കുക കൂടിയാണ് ചെയ്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നാം മനസ്സിലാക്കണം. റോമർ 6:16. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. സാത്താനെ അനുസരിക്കുക വഴി അവൻ്റെ അടിമയായി തീർന്നു. നാം വായിച്ച വചനം വഴി നാം മനസ്സിലാക്കുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ? മാലാഖമാരല്ല. നമ്മൾ എങ്ങനെ സൃഷ്ടിക്കറിയാം നാം ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്നുള്ളത്?
കുരിശിട്ടാലോ അല്ലെങ്കിൽ ജീസസിനെ ടാറ്റു ചെയ്താലോ നെറ്റിയിലിട്ടാലോ എങ്ങനെയാണ് ഈ സൃഷ്ടിക്ക് അറിയാൻ സാധിക്കുക നാം ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന്? നാം എവിടെയെങ്കിലും കയറുമ്പോൾ അവർ പറയും, വാവ്, അവൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, ഹല്ലേലൂയ എന്ന്. പട്ടണത്തിലെ സ്ഥലത്ത് നിങ്ങൾ എന്തൊക്കെ ഒരു ബിസിനസ് ചെയ്താലും അത് പൊട്ടിപ്പോകുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ കെട്ടിടം ശപിക്കപ്പെട്ടതാണ്, സ്ഥലം ശപിക്കപ്പെട്ടതാണ്. പാസ്റ്റർ പറഞ്ഞു, ദൈവമേ, ആ കെട്ടിടം എനിക്ക് തരൂ എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് ചെയ്യാൻ പറ്റുക എന്നത് പാസ്റ്റർ കാണിച്ചു കൊടുത്തേനെ എന്ന്. ഗോസ്പൽസ് എന്നൊരു സിനിമയുണ്ടായിരുന്നു. ആരെയാണ് നിങ്ങൾ വിളിക്കാൻ പോകുന്നതെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എന്ന്. അതേപോലെ തന്നെ നിങ്ങളും ആരെയാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നത്? ഒന്ന് കൈപ്പൊക്കിയേ, ആരാണ് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന്? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സൃഷ്ടി അറിയേണ്ട സമയമായി. ഭൂതഗ്രസ്തന്റെ മുന്നിൽ യേശു വന്നപ്പോൾ ഭൂതം പറഞ്ഞു, നീ ആരാണെന്ന് എനിക്കറിയാം. നാം ചിലതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനറിയാം, അത് നിശബ്ദമാകും. പിന്നീട് നാം ചോദിക്കണം, ആരാണ് നീ, പേരെന്താണ്, എവിടെ നിന്ന് വന്നു എന്നെല്ലാം. എന്താണ് ധരിച്ചിരിക്കുന്നത്? വിഡിതം. നിങ്ങൾ എത്തുമ്പോൾ അവ അവിടുന്ന് സ്ഥലം തന്നെ കാലിയാക്കും. കാരണം നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ ആണ്. ഈ ഭാഗത്തിലൂടെയൊക്കെ പാസ്റ്റർ പോകുന്നതെന്നാൽ ദൈവം ഒരിക്കലും അവൻ്റെ സൃഷ്ടിയുടെ മേലുള്ള ആ കൺട്രോൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുവാൻ വേണ്ടിയാണ്. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു പക്ഷേ ചില കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ലായിരിക്കാം. അത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടത് അല്ല എങ്കിൽ. സങ്കീർത്തനം 131:1, യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. എൻ്റെ ബുദ്ധിക്കെത്താത്ത വങ്കകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതും ഇല്ല. നമുക്ക് 24 മണിക്കൂറുണ്ട് ഒരു ദിവസത്തിൽ. അതിൽ ചിലർ 23 മണിക്കൂറും ഉറങ്ങും, ചിലർ 8 മണിക്കൂർ. എന്തായാലും കുറച്ച് സമയം നിങ്ങൾ എഴുന്നേറ്റിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിൻ്റെ പുറകെ പോയി സമയം കളയരുത്. നിങ്ങളെ വിളിക്കപ്പെട്ടതിൻ്റെ പുറകെ നിങ്ങൾ എപ്പോഴും പോകേണ്ടതാണ്. അതാണ് ഫലം കായ്ക്കാനുള്ള ആദ്യ പടി. പാസ്റ്ററിനെ വചനം പറയാൻ പലയിടത്തു നിന്നും പലരും വിളിച്ചിട്ടുണ്ട്. 3 കൊല്ലങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലേക്ക് ഒരു ഫ്രീ ട്രിപ്പ് പാസ്റ്റർക്ക് കിട്ടി. നിങ്ങൾ നല്ലൊരു അഭിഷിക്തനാണ്, നന്നായിട്ട് ഗിറ്റാർ വായിക്കുന്നു, ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രം മതി. ഫ്രണ്ടിൽ നിന്നും പിശാചുകളെ എല്ലാം ഒന്ന് ഓടിച്ചാൽ മതി. ഞങ്ങളുടെ കൂടെ വന്നാൽ പുതിയ ഗിറ്റാറുമായി വേണമെങ്കിൽ തിരിച്ചു വരാം. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, ഞാൻ പോയാൽ എൻ്റെ മക്കളെ ആരും നോക്കും? ദൈവം പറഞ്ഞിട്ടില്ല എങ്കിൽ എങ്ങനെ ഞാൻ നിങ്ങളുടെ കൂടെ എത്തും? എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഞാൻ എൻ്റെ നാഥൻ്റെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞു പാസ്റ്റർ. നാം തിരഞ്ഞെടുക്കണം. ആദം തിരഞ്ഞെടുത്തു, ഒരു തീരുമാനമെടുത്തു. ആദത്തിൻ്റെ ദൈവത്തോടുള്ള അനുസരണക്കേടിൻ്റെ ഫലമായി ദൂരവ്യാപകമായി വ്യത്യാസങ്ങൾ സംഭവിച്ചു. പരസ്പരം മാത്രമല്ല അത് സാധിച്ചത്, എന്നാലോ സൃഷ്ടി മുഴുവനെയും അത് ബാധിച്ചു. അടുത്തയാഴ്ച ആദത്തിൽ നിന്ന് നഷ്ടപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം എല്ലാം വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ 5ാം ഇടമായ പ്ലാനിനെ കുറിച്ച്. ആദത്തിന് നഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ എന്താണ്? നീതിയുടെ ദൈവത്തിൽ നിന്നുള്ള വേർപിരിയൽ, ശാപഗ്രസ്തമായ അന്തരീക്ഷം അവന് ലഭിച്ചു, ശാരീരികമായ മരണം, അവൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. ഈ 5 കാര്യങ്ങളും അവന് നഷ്ടപ്പെട്ടു. ഈ 5ഉം നമുക്ക് രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിനാൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. നേരത്തെ നാം വായിച്ച റോമർ 8:18 പറയുന്നു, നമ്മിൽ വെളിപ്പെടുത്തുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദേവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ മഹത്വത്തിൽ വെളിപ്പെടുത്തൽ മങ്ങിയ വെളിച്ചമല്ല, മറിച്ച് ഇരുട്ടിനെ അകറ്റുന്ന അത്ഭുതകരമായ വെളിച്ചമാണ്. ആർക്ക് വെളിച്ചമാകണം? നിങ്ങൾക്ക് ആ വെളിച്ചമാകണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു.